On last class, we began the story The Race written by Nisha Punjabi. And now you know the character name and what about him. The name of the character is Tarun and he was a mediocre student. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദ റേസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നിഷ പഞ്ചാബി എഴുതിയിട്ടുള്ള ആ ഒരു സ്റ്റോറി നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലെ ക്യാരക്ടറിൻ്റെ പേര് തരുൺ എന്നാണെന്ന് നിങ്ങൾക്ക് പറയാം. ആൻഡ് ഹി ഹിംസെൽഫ് തോട്ട് ആസ് ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. ആ ഒരു ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പ് ഓഡ് വൺ ആണ് എന്ന് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം വിചാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ആൻഡ് he had just one dream. What was that dream? Yes, to become the fastest runner in the world has this just one and only one dream of Tarun. അവൻ്റെ ആകെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ് റണ്ണറായി മാറുക എന്നുള്ളതായിരുന്നു. ബട്ട് ദ പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. എന്നാൽ അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അവൻ്റെ ആ ഒരു ഓട്ടം അവർക്ക് ആർക്കും ഇഷ്ടമില്ല. ദേ വാണ്ട് തരുൺ കോൺസെൻട്രേറ്റ് മോർ ഓൺ ദ സ്റ്റഡീസ്. അവൻ എന്ത് ചെയ്യണം, കൂടുതൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം, അവൻ്റെ പാരൻസിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ അത് അവൻ എന്ത് ചെയ്യാറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതുപോലെ തന്നെ വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻ ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. ആ ടെർമിനൽ എക്സാമിനേഷനിൽ അവൻ ഒരുപാട് മാർക്ക് കുറഞ്ഞപ്പോൾ, അവൻ്റെ ഫെയിലായപ്പോൾ അവൻ്റെ ഫാദർ അവനെ എന്ത് ചെയ്തു, ഒരുപാട് ചീത്ത പറയുകയും ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം, അവനെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആൻഡ് ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. ആൻഡ് ഇറ്റ് വാസ് ദ ഡേ ദ തരുൺ വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. അപ്പോൾ അവന് ആ ഒരു ദിവസം അവൻ്റെ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യണം, തുടച്ചു നീക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഇടങ്ങേറും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് തരുൺ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാം. എന്താ ചെയ്യുക? ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, ബി ഡേ ഓർ നൈറ്റ്. രാത്രിയോ പകലോ നോക്കാതെ അവൻ എന്ത് ചെയ്യും, കുറേ മണിക്കൂറുകളോളം അങ്ങോട്ട് ഓടി തീർക്കുകയൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇങ്ങനെ ആ ഒരു എക്സാമിൽ ഫെയിലായ സമയത്തും ദേഷ്യം കാരണം അച്ഛൻ്റെ ചീത്ത കേൾക്കുകയും പേരൻസിൻ്റെ കളിയാക്കലൊക്കെ ആയിട്ട് ഒരുപാട് സങ്കടം അവനുള്ളിലുണ്ടായി. അതില്ലാതാക്കാൻ അവൻ ആ ഒരു പാർക്കിൽ മുഴുവൻ ഓടി തളർന്ന് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ഒരു ബെഞ്ചിൽ ഇരിക്കുന്നത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബാക്കി നോക്കാം. Suddenly he heard a voice at his elbow. What is it, son? Tarun turned to his left and there sat a man of about 60. I failed in 2 subjects, he replied in a depressed tone. The man smiled sympathetically and said, life is full of ups and downs, my boy. By the way, I am Ram Narayan and you are one of the best runners I have ever seen. Suddenly, Tarun heard a voice at his elbow. Elbow means കൈമുട്ട് അല്ലേ. ആ കൈമുട്ടിൻ്റെ ഭാഗത്തു നിന്നായിട്ട് അവൻ ഇരിക്കുന്ന കൈമുട്ടിൻ്റെ ഭാഗത്തായിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ഒരു ശബ്ദം കേൾക്കുകയാണ്. തരുൺ ഹേർഡ് എ വോയിസ്. വാട്ട് ഈസ് ഇറ്റ് സൺ? ദ വോയിസ് വാസ് ദാറ്റ് വാട്ട് ഈസ് ഇറ്റ് സൺ. എന്തായിരുന്നു ആ ശബ്ദം? എന്താണത്? എന്താ മോനെ നീ ചെയ്യുന്നത്? Tarun turned to his left and there sat a man about 60. Suddenly, after heard a voice at his elbow, Tarun turned to his left. Tarun എങ്ങോട്ട് തിരിഞ്ഞു? തൻ്റെ ഇടതുവശത്തേക്ക് തിരിഞ്ഞു. And there sat a man. There was a man of about 60. ഏകദേശം 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. And Tarun replied that he had failed in 2 subjects. I failed in 2 subjects. ഞാൻ 2 വിഷയത്തിൽ എന്ത് ചെയ്തു? തോറ്റുപോയി. He replied in a depressed tone. Depressed means sad. ദുഃഖത്തിൻ്റെ സ്വരത്തിലാണ് അവൻ മറുപടി പറയുന്നത്. I failed in 2 subjects. 2 വിഷയങ്ങളിൽ ഞാൻ തോറ്റുപോയി സർ എന്നവൻ പറഞ്ഞു. The man smiled sympathetically. Sympathetically means affectionately or അഫെക്ഷനേറ്റ്ലി, ഒരു ദയയോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, സഹതാപത്തോട് കൂടിയിട്ട് അയാൾ എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു. ദ മാൻ സ്മൈൽഡ് സിമ്പത്തറ്റിക്കലി ആൻഡ് സെഡ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് ആപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും ഉള്ളതാണ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ പരാജയങ്ങളുണ്ടാവും, ചിലപ്പോൾ വിജയമുണ്ടാവും. പരാജയപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിജയിക്കാനുള്ള മാർഗം തേടണം. വിജയിച്ചു കഴിഞ്ഞാലോ ഇനിയും വിജയങ്ങൾ കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? ലൈഫ് ഈസ് ഫുൾ ഓഫ് ആപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും ഉള്ളതാണ്. ജീവിതത്തിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബൈ ദ വേ,
ഐ ആം റാം നാരായൺ. അതിരിക്കട്ടെ, ഐ ആം റാം നാരായൺ. ഞാൻ ആരാണ്? മൈ നെയിം ഈസ് റാം നാരായൺ. ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ആൻഡ് റാം നാരായൺ സെഡ് ടു തരുൺ ദാറ്റ് ഹി വാസ് ദി വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഹി ഹാഡ് എവർ സീൻ. അദ്ദേഹം കണ്ടതിലും വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരിൽ ഒരാളാണ് ആരും? തരുണും എന്ന് പറഞ്ഞു കൊടുക്കണം ആര്? റാം നാരായൺ തരുണിനോട്. So the man introduced himself, I am Ram Narayan, and he said that Tarun was the one of the best runner he had ever seen. അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരൻ തന്നെയാണ് ആര്? തരുൺ എന്ന് റാം നാരായൺ തരുണിനോട് പറഞ്ഞു. റാം നാരായൺ, റാം നാരായൺ, are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. After hearing the name Ram Narayan, there is a spark on the head of Tarun. ആ ഒരു പേര്, റാം നാരായൺ എന്നുള്ള പേര് കേട്ട സമയത്ത് തരുണിൻ്റെ ഉള്ളിൽ അവൻ ഈ പേര് അവൻ എവിടെയോ ഒരു കേട്ടതുപോലെ തോന്നി. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, റാം നാരായൺ, റാം നാരായൺ, are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? 1960 നടന്ന ഒളിമ്പിക് മെഡലിൽ, ആ ഒരു ഒളിമ്പിക്സിൽ 400 മീറ്റർ റേസിൽ ഗോൾഡ് മെഡൽ കിട്ടിയ അതേ ആൾ തന്നെയാണോ, ഒളിമ്പിക് മെഡൽ കിട്ടിയ ആൾ തന്നെയാണോ താങ്കൾ എന്ന് ചോദിക്കുകയാണ്. 1960 നടന്ന ഒളിമ്പിക്സ് മത്സരത്തിൽ 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ കരസ്ഥമാക്കിയ അതേ റാം നാരായൺ തന്നെയാണോ താങ്കൾ എന്ന് എന്ത് ചെയ്തു? നമ്മുടെ തരുൺ ചോദിച്ചു. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. എക്സൈറ്റ്മെൻറ്റ് മീൻസ് ആകാംക്ഷ. തരുണിൻ്റെ അവൻ്റെ ആ ഒരു ആകാംക്ഷ, ഈ പേര് കേട്ട സമയത്ത് അവൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു ആകാംക്ഷ ഹൈഡ് ചെയ്യാൻ, മറച്ചു വെക്കാൻ അവന് കഴിഞ്ഞില്ല. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. പാറ്റ് ഹിയർ മീൻസ് സ്ലോലി, ടൈംലി, പതുക്കെ. യെസ്, ഐ ആം ദി സെയിം റാം നാരായൺ. പാറ്റ് കെയിം ദ റിപ്ലൈ. അദ്ദേഹം മറുപടി തരുന്നു. തരുൺ വാസ് ഡാസിൽഡ്. ഡാസിൽഡ് മീൻസ് എക്സൈറ്റഡ്, അമേസ്ഡ്, അത്ഭുതപ്പെട്ടു. ഒരു ഓട്ടക്കാരൻ ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണം എന്ന് വിചാരിച്ച് നടക്കുന്ന തരുണിൻ്റെ അടുത്താണ് ആര് വന്നിരിക്കുന്നത്? ഓട്ട മത്സരത്തിൽ ഒളിമ്പിക് മെഡൽ നേടിയ റാം നാരായൺ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തരുണിന് എന്തുണ്ടാവും? ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും അല്ലേ? തരുൺ വാസ് എക്സൈറ്റഡ്. തരുൺ ആകെ കാംക്ഷയിലായിരുന്നു, അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. സൺ, I have been watching you for the past 45 minutes, continued Ram Narayan, and I see a good future in you. Ram Narayan said Tarun that he had been watching him for the past 45 minutes. കഴിഞ്ഞ 45 മിനിറ്റ് ആയിട്ട് തരുണിനെ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആര്? റാം നാരായൺ. അവൻ ആ ഓടുന്നത് മുഴുവൻ റാം നാരായൺ കണ്ടിട്ടുണ്ട്. And he continued that he saw a good future in him. അതുപോലെ റാം നാരായൺ പറയുകയാണ്, തരുൺ, നിന്നിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നു. തരുണിൽ നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു ഭാവി കാണുന്നുണ്ട് എന്ന് കൂടി ആര് പറഞ്ഞു കൊടുക്കുന്നു? റാം നാരായൺ തരുണിനോട് പറയുകയാണ്. തരുൺ could not help but blush. All you need to do is keep that passion burning in you and never give up. Have you joined some training school? The man inquired. Tarun could not help but blush. Tarun could not help but blush. Blush means face become red. അവൻ്റെ മുഖമൊക്കെ ചുവന്ന് തുടിക്കാൻ തുടങ്ങി. സന്തോഷവും ഒക്കെ എല്ലാം കൊണ്ടും അവന് ആകെ ഒരു സന്തോഷം വരാൻ തുടങ്ങി. ഒരു ഫേസൊക്കെ ചുവന്ന് തുടുക്കാൻ തുടങ്ങി. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. അവനൊന്നും ചെയ്യാൻ കഴിയില്ല, അവൻ അറിയാതെ അവൻ്റെ മുഖമൊക്കെ ചുവന്ന് തുടിച്ചു. All you need to do is keep that passion burning in you and never give up. റാം നാരായൺ കണ്ടിന്യൂഡ് ഹിസ് ടോക്ക്. റാം നാരായണൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അവനെയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പോൾ പറയുന്നത്? ഓൾ യു നീഡ് ടു ഡു ഈസ് കീപ് ദാറ്റ് പാഷൻ. പാഷൻ മീൻസ് ഡിസയർ, അതിയായ ആഗ്രഹം. All you need to do is keep that passion burning in you.
നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണെന്ത്, നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവുക എന്നുള്ള ആ നിൻ്റെ ഉള്ളിൽ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന, കത്തി നിൽക്കുന്ന ആ ആഗ്രഹം നീ എന്ത് ചെയ്യണം, അതുപോലെ കീപ്പ് ചെയ്യണം, അതുപോലെ സൂക്ഷിക്കണം. ആൻഡ് നെവർ ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് ക്വിറ്റ്, ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക. ആ ഒരു ആഗ്രഹം നീ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്വിറ്റ് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. അത് നീ നിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കണം. ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? ആൻഡ് റാം നാരായൺ ആസ്ക്ഡ് തരുൺ ഇഫ് ഹി ഹാഡ് ജോയിൻഡ് എനി ട്രെയിനിങ് സ്കൂൾ. ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ആര് ചോദിക്കുകയാണ്? ദ മാൻ എൻക്വയേർഡ്. ദ റാം നാരായൺ എൻക്വയേർഡ്. ആസ്ക് അബൌട്ട്, അന്വേഷിച്ചു. ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ തരുൺ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് റാം നാരായൺ ചോദിച്ചു. Tarun's smile faded and he seemed distraught. A training school is very expensive, sir, and I am unemployed, said Tarun, feeling happy that he could joke even in these circumstances. After hearing the question if he had joined some training school, Tarun's smile faded. ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കേട്ടപ്പോൾ തരുണിൻ്റെ ചിരി എന്ത് ചെയ്തു? ഫെയ്ഡ് ആവെന്ന് പറഞ്ഞാൽ മങ്ങി, ആ ചിരി ഇല്ലാതെയായി. And he seemed distraught. Distraught means very upset, sad. ആകെ ദുഃഖിതനായി അവൻ കാണപ്പെട്ടു. A training school is very expensive, sir. A training school is very expensive. Expensive means ചെലവേറിയത്, പണം മുടക്കുള്ളത്. ട്രെയിനിങ് സ്കൂളൊക്കെ എന്ന് പറയുന്നത് വളരെ ചെലവേറിയതാണ് സർ. ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. എനിക്കാണെങ്കിൽ അൺഎംപ്ലോയിഡ് മീൻസ് ജോലിയില്ലാത്തവൻ. എനിക്കാണെങ്കിൽ എന്തുമില്ല, ജോലിയില്ല. വളരെ ചെറിയൊരു ചെക്കനാണ് എന്ത് പറയുന്നത്, എനിക്ക് ജോലിയില്ല എന്നൊക്കെ പറയുന്നത്, ഒരു തമാശ രൂപേണ പറയുന്നത് അല്ലേ. സെഡ് തരുൺ ആൻഡ് ഹി ഫീൽസ് വെരി ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. സർക്കംസ്റ്റാൻസ് മീൻസ് ആ ഒരു സാഹചര്യം. അതായത് തൻ്റെ വീട്ടിൽ ട്രെയിനിങ്ങിന് സമ്മതിക്കില്ല എന്നും ട്രെയിനിങ്ങിനുള്ള സാഹചര്യം ഒന്നും ഇല്ല എന്നുള്ളത് ആർക്കറിയാം? തരുണിനറിയാം. അതുപോലെ തന്നെ ഓട്ടത്തിൽ ഒരു സപ്പോർട്ടും അവന് കിട്ടുന്നില്ല എന്നും തരുണിനറിയാം. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലും ഈ റാം നാരായണൻ്റെ ഈ ചോദ്യത്തിന് അവൻ തമാശയായിട്ട് മറുപടി പറയുന്നത് എങ്ങനെയാണ്? എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്. ആൻഡ് ടു ദാറ്റ് റിപ്ലൈ ഹി ഫീൽസ് ഹാപ്പി. അങ്ങനെ മറുപടി പറയാൻ കഴിഞ്ഞതിന് അവന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ, ആ ഒരു സാഹചര്യത്തിലും അവന് തമാശ രൂപേണ അതിന് എന്ത് ചെയ്യാൻ പറ്റി, മറുപടി കൊടുക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട്. ബട്ട് റാം നാരായൺ സീംഡ് പ്രിറ്റി സീരിയസ്. സീരിയസ്. പ്രിറ്റി മീൻസ് ലിറ്റിൽ, കുറച്ച്. എന്നാൽ റാം നാരായണൻ എന്തായിരുന്നു? ആ സമയത്തും കുറച്ച് സീരിയസ് ആയിരുന്നു. അയാൾ സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, തമാശയല്ല. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. ഐ വിൽ ട്രെയിൻ യു. റാം നാരായൺ സെഡ് ടു തരുൺ ദാറ്റ് ഹി വുഡ് ട്രെയിൻ ഹിം. റാം നാരായൺ പറയണത്, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം. റാം നാരായൺ തരുണിനെ ട്രെയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഇഫ് യു വാണ്ട്, അവന് വേണമെങ്കിൽ. But I put forward a condition. But he is going to put forward. Put forward means suggest, മുന്നോട്ട് വയ്ക്കുക. എ കണ്ടീഷൻ. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ട്? ഒരു കണ്ടീഷൻ ഉണ്ട്. റാം നാരായൺ തരുണിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ റാം നാരായൺ ഒരു കണ്ടീഷൻ വെക്കും. ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തരുണിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? എന്താണ് ആ കണ്ടീഷൻ? വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോവ്ഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്ഷൈറ്റി. ക്യൂരിയോസിറ്റി മീൻസ് ഇൻട്രസ്റ്റ്, അതിയായ താല്പര്യം. ആൻഡ് ആങ്ഷൈറ്റി മീൻസ് വറി, ഉത്കണ്ഠ. അവൻ ആ ഒരു കണ്ടീഷൻ കേൾക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഉത്കണ്ഠ. എന്താവും ഇപ്പോൾ ആ കണ്ടീഷൻ എന്നുള്ളൊരു ചിന്തയും അവൻ്റെ ഉള്ളിലുണ്ട്. There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ram Narayan. And it is the condition. Condition idananda. There is a race on Children's Day at the Nehru Stadium. നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് എന്തുണ്ട്? ദർ ഈസ് എ റേസ്, ഒരു ഓട്ട മത്സരമുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദർ. നിൻ്റെ വയസ്സിലുള്ള, നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പങ്കെടുക്കുന്നത്. ചിൽഡ്രൻ ഓഫ് ഏജ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദർ ആൻഡ് ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്. ഇഫ് തരുൺ പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ഇൻ ദാറ്റ് റേസ്. തരുൺ അതിൽ പങ്കെടുക്കുകയും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പങ്കെടുക്കുക, ആൻഡ് വിൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുക.
തരുൺ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വിജയിക്കുകയും ചെയ്താൽ ഹി പ്രോമിസ്, രാംനാരായൺ പ്രോമിസ്, ഹി വുഡ് സ്റ്റാർട്ട് ട്രെയിനിങ് ഹിം. അദ്ദേഹം എന്ത് ചെയ്യും? തരുണിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു തുടങ്ങും എന്നുള്ള ഉറപ്പാണ്. ഇറ്റ് ഈസ് ദി കണ്ടീഷൻ പുട്ട് ഫോർവേഡ് ബൈ ദി രാംനാരായൺ. ഈ ഒരു കണ്ടീഷനാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? രാംനാരായൺ തരുണിൻ്റെ മുന്നിലേക്ക് വെക്കുന്നത്. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, കാൻഡ് ഐ, തോട്ട് തരുൺ. തരുൺ മനസ്സിൽ ചിന്തിക്കുകയാണ്, ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. അത് വലിയ കാര്യമൊന്നുമല്ല. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക, അതിൽ വിജയിക്കുക എന്ന് പറയുന്നത് തരുണിനെ സംബന്ധിച്ചോളം അത്ര വലിയ കാര്യമല്ല എന്ന് ആര് ചിന്തിക്കുകയാണ്? തരുൺ തന്നെ സ്വയം ചിന്തിക്കുകയാണ്. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, കാൻഡ് ഐ, എനിക്കത് ചെയ്യാൻ കഴിയില്ലേ? തോട്ട് തരുൺ, അവൻ സ്വന്തം ചിന്തിച്ചു. I will sir. Finally he reached a conclusion and he said he will. അവന് കഴിയുമെന്ന് അവൻ രാംനാരായണോട് പറഞ്ഞു. He heard himself saying with a complete conviction. Conviction means confidence. ഉറപ്പ്, ആത്മവിശ്വാസം. He heard himself saying with a complete conviction. വളരെ ആത്മവിശ്വാസത്തോടു കൂടി രാംനാരായൺ എന്ത് കൊടുക്കുകയാണ്? അവൻ വാക്ക് കൊടുക്കുകയാണ്. I can do that. I will participate in the race on Children's Day at the Nehru Stadium and I will win in that race. എന്നുള്ളൊരു വാക്ക് ആർക്ക് കൊടുക്കുന്നു? രാംനാരായണ് തരുൺ കൊടുക്കുന്നു. Fine boy, it is my job to get you entry in the race and remember yours to win it. Tell me, what is your name? Asked രാംനാരായൺ. Fine boy, അങ്ങനെയാണെങ്കിൽ ഓക്കെ. It is my job to get you entry in the race and remember yours to win it. And Ramnarayan said that it was his job to get Tarun the entry in the race. ആ ഒരു റേസിൽ പങ്കെടുക്കാനുള്ള എൻട്രി, പ്രവേശനം നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് ആരുടെ ജോലിയാണ് ഇപ്പോൾ? അത് രാംനാരായണൻ്റെ ജോലിയാണ്. ആൻഡ് തരുൺ ഹാസ് ടു റിമെമ്പർ, തരുൺ ഓർക്കേണ്ടതുണ്ട് എന്ത്? തരുൺസ് ടു വിൻ ഇറ്റ്. തരുണിൻ്റെ ഡ്യൂട്ടി എന്താണ്? അതിൽ വിജയിക്കുക എന്നുള്ളതാണ്. Tell me, what is your name? What's your name? നിന്റെ പേരെന്താണ്? Asked Ramnarayan. Ramnarayan asked Tarun what was his name. What his name was? Tarun Kapoor, sir. The full name of the Tarun is Tarun Kapoor. തരുണിന്റെ പേരെന്താണ്? തരുൺ കപൂർ എന്നാണ്. Tarun, I will meet you here after 5 days to give you your participation card. All the best, said Ramnarayan and left. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. Tarun, I will meet you here after 5 days to give you your participation card. Ramnarayan said to Tarun. Ramnarayan said Tarun that he would meet him there after 5 days to give him his participation card. രാംനാരായൺ തരുണിനോട് പറയുകയാണെന്ത്? 5 ദിവസത്തിന് ശേഷം ഇതേ സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിൽ പങ്കെടുക്കാനുള്ള കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. All the best. And he said all the best to Tarun and he left. ഒരു all the best ഒക്കെ പറഞ്ഞിട്ട് രാംനാരായൺ അവിടുന്ന് പോയി. On the way home, Tarun thought that if his father had not scolded him, he wouldn't have got this opportunity. And on the way home, Tarun thought about the father. അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ ആരെക്കുറിച്ച് ആലോചിക്കുകയാണ്? ഫാദറിനെ കുറിച്ചും. ആൻഡ് ഹിസ് ആംഗ്രി, അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. എന്താ അവൻ പറയുന്നത്? ഹി ടുക്ക് ദാറ്റ് തിങ് ആസ് പോസിറ്റീവ്ലി. അവൻ ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് എടുത്തു. തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം. സ്കോൾഡ് മീൻസ് ചീത്ത പറയുക. അവൻ്റെ ഫാദർ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ he wouldn't have got this opportunity. Opportunity means chance, അവസരം. ഈ ഒരു അവസരം അവന് കിട്ടുമായിരുന്നില്ല. എന്താ പറഞ്ഞത്? ഫാദർ ചീത്ത പറഞ്ഞത് കൊണ്ടാണ് അവൻ ആകെ സങ്കടം വന്നതും അവൻ എങ്ങോട്ട് വന്നതും ഓടി പാർക്കിലേക്ക് വന്ന് പാർക്കിൽ ആകെ മൊത്തം ഓടി നടന്നതും. അങ്ങനെ ആയതുകൊണ്ടാണ് അവൻ ആരെ കണ്ടത്? രാംനാരായണനെ കണ്ടത്. രാംനാരായണനെ കണ്ടത് കൊണ്ടാണ് എന്ത്? അവൻ ഇങ്ങനൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം അദ്ദേഹം കൊടുത്തത്. അതുകൊണ്ടാണ് തരുൺ പറഞ്ഞത് എന്ത്? ഇഫ്
Father had not scolded him, he wouldn't have got this opportunity. ഫാദർ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അവന് ഈ അവസരം കിട്ടുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഫാദർ ചീത്ത പറയുകയും ചെയ്തു, അവന് ഈ ഒരു അവസരം കിട്ടുകയും ചെയ്തു. The next day brought a new ray of hope. അടുത്ത ദിവസം എങ്ങനെയായിരുന്നു? The next day brought a new ray of hope. Hope means പ്രതീക്ഷ. റേ എന്ന് പറഞ്ഞാൽ കിരണം. The next day brought a new ray of hope. തരുണിൻ്റെ മനസ്സിലേക്ക് പുതിയ പ്രതീക്ഷയുടെ കിരണമാണ് അടുത്ത ദിവസം കൊണ്ടുവന്നത്. അതായത് എന്തോ ഒരു ചാൻസ്, ഒരു അവസരം അവൻ്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് അവന് സ്വയം എന്ത് ചെയ്യാൻ തുടങ്ങി? തോന്നാൻ തുടങ്ങി. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. And Tarun got up very early. The next morning, Tarun got up early. Tarun എന്ത് ചെയ്തു? നേരത്തെ എണീറ്റ്. And had milk. He drank the milk and before his mother could finish her query. സ്വാഭാവികമായിട്ട് രാവിലെ എണീറ്റ് വന്ന് എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണെങ്കിൽ മദർ എന്ത് ചെയ്യും? ഇങ്ങനെ ചോദിക്കും, എങ്ങോട്ടാ, എവിടേക്കാ, എന്തിനാ പോണത്, അവിടെ ആരുണ്ടാവും, അങ്ങനെ ഓരോന്ന് ചോദിക്കും. അതാണ് ക്വയറി, അന്വേഷണങ്ങളിലെ നടത്തിക്കൊണ്ടിരിക്കും. ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വയറി, ആ ഒരു ചോദ്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ഓൺ വാട്ട് ഹി വാസ് അപ് ടു ഹി റാൻ ഔട്ട് ആൻഡ് വെൻറ്റ് ടു ദി നെഹ്റു സ്റ്റേഡിയം. അത് മുഴുമിപ്പിക്കാതെ അവൻ നേരെ എങ്ങോട്ട് പോയി? നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയി. ബിക്കോസ് ഹി വാസ് വെരി ഈഗർ ടു റീച്ച് ദർ. അവിടെ എത്തിയ കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് അവന് ഭയങ്കര ആഗ്രഹമായി നിൽക്കുകയാണ്. To check the details of the race, he was very happy indeed. Why he went to the Nehru Stadium? Why did he go to the Nehru Stadium? എന്തിനാണ് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയത്? Because he wanted to collect the details of the race. അവൻ എന്ത് കളക്ട് ചെയ്യണമായിരുന്നു? ആ ഒരു റേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. ഇൻഡീഡ് മീൻസ് തീർച്ചയായിട്ടും. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously. Every day he would get up at 4 in the morning and run up to 10 miles. Tarun started practicing zealously. Zealously means passionately or seriously. നല്ല കഠിനമായിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. വെരി ഹാർഡ് വർക്ക് എടുക്കാൻ തുടങ്ങി. Tarun started practicing zealously. Every day he would get up at 4 in the morning. Every day he would get up at 4 in the morning. എന്നും രാവിലെ അവൻ എത്ര മണിക്ക് എണീക്കാൻ തുടങ്ങി? 4 മണിയാവുമ്പോൾ എണീക്കാൻ തുടങ്ങി. ആൻഡ് റൺ അപ് ടു 10 miles. ഏകദേശം 10 miles അവൻ എന്ത് ചെയ്യും? ഓടും. ഇൻ ദ ഈവനിങ്സ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദി 1000-meter distance prescribed by the competition, and he wanted everything to be perfect. And in the evening, in the morning, he would get up at 4 o'clock in the morning and run up to 10 miles. രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് ഏകദേശം 10 mile അവൻ എന്ത് ചെയ്യും? എന്നും ഓടാറുണ്ടായിരുന്നു. ഇനി വൈകുന്നേരമോ? ഇൻ ദ ഈവനിങ്സ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദി 1000-meter distance prescribed by the competition. ആ ഒരു കോമ്പറ്റീഷനിൽ 1000 മീറ്റർ ഓടി തീർക്കാൻ ഇത്ര സമയം വെച്ചിട്ടുണ്ട്. അത്ര സമയം തന്നെയാണോ താൻ എടുക്കുന്നത് എന്നുള്ളത് ആരെന്നും ഇങ്ങനെ ചെക്ക് ചെയ്യും? നമ്മുടെ തരുൺ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. അതിനനുസരിച്ച് അവൻ ഓടി എത്താനുള്ള പ്രാക്ടീസ് തുടങ്ങി. 1000 മീറ്റർ എത്ര കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റും അത്രയും കുറഞ്ഞ സെക്കൻഡ് ആക്കാനുള്ള പ്രാക്ടീസ് അവൻ തുടങ്ങി. ആൻഡ് ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. ആൻഡ് തരുൺ വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതിയായ ആഗ്രഹം, ഒരു ആവശ്യം ആർക്ക് ഉണ്ടാവാൻ തുടങ്ങി? തരുണിന് ഉണ്ടാവാൻ തുടങ്ങി. And it was for the first time in his life that he was demanding such perfection in things he did, he thought. And it was for the first time in his life. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? He was demanding such perfection. ഇത്രമാത്രം പെർഫെക്ഷൻ ആദ്യമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് ചെയ്യുന്നത്, വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേ ആദ്യമായിട്ടാണ്. In the things he did, he thought. അവൻ ചെയ്യുന്ന കാര്യങ്ങളിലും അവൻ ചിന്തിക്കുന്ന കാര്യങ്ങളിലും നല്ല പക്ക ആയിരിക്കണം, പെർഫെക്ഷൻ വേണമെന്ന് ആദ്യമായിട്ടാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ്. ബാക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് എന്നാണ് അർത്ഥം. ഒരു സപ്പോർട്ട്, ഒരു താങ്ങ്. ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ്. പക്ഷെ അവന് ഇല്ലാത്തത് എന്താണ്?
വീട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ഒരു സപ്പോർട്ടിൻ്റെ കുറവ് അവന് നല്ലോണം ഉണ്ട്. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊന്നും മാത്രം ചിലപ്പോൾ എന്ത് ചെയ്തോളണമെന്നില്ല, സക്സസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ത് വേണം, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിവിടെ ആരാഗ്രഹിക്കുകയാണ്, തരുൺ ആഗ്രഹിക്കുകയാണ്. So Tarun also wanted someone to back him up, and so he told everything to his mother. And to get this support, he told everything to his mother. ആ ഒരു സപ്പോർട്ടിന് വേണ്ടി അവൻ എല്ലാ കാര്യങ്ങളും ആരോട് പറഞ്ഞു, തൻ്റെ മദറിനോട് പറഞ്ഞു. Tarun practiced vigorously for 5 days and then promptly met Ram Narayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. Tarun practiced vigorously. Vigorously means very seriously, very actively. ഒരുപാട് ഹാർഡായിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രാക്ടീസ് ചെയ്തു. അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡിവോഷൻ ആയിരുന്നു അവൻ എന്തിനോട്, പ്രാക്ടീസിനോട്. തരുൺ പ്രാക്ടീസ്ഡ് വിഗ്രസ്ലി, വെരി ആക്റ്റീവ്ലി ഫോർ 5 days. രാംനാരായൺ 5 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു 5 ദിവസവും തരുൺ എന്ത് ചെയ്തു, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് റാം നാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. ആൻഡ് ഹി ദെൻ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ മെറ്റ് റാം നാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. രാംനാരായണനെ പോയിട്ട് അതേ സ്ഥലത്ത് ചെന്ന് കണ്ടു. ഇതിനു വേണ്ടിയിട്ടാണ്, ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. ആ ഒരു റേസിൽ പങ്കെടുക്കാനുള്ള പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ രാംനാരായണനെ പോയി കണ്ടു. ഹി ഗേസ്ഡ് അറ്റ് ദി പീസ് ഓഫ് പേപ്പർ. ഗേസ് മീൻസ് ലുക്ക്, തുറിച്ചു നോക്കുക. ഹി ലുക്ക് അറ്റ് ദി പീസ് ഓഫ് പേപ്പർ ഓൺ വിച്ച് ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിന്റഡ് ബോൾഡ്ലി. അവൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡിലേക്ക് അവൻ തുറിച്ചിങ്ങനെ നോക്കി, അല്ലേ? തരുൺ കപൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡിലേക്ക് അവൻ നോക്കി ഇങ്ങനെ നിന്നു. എന്തുകൊണ്ടാണ്? ഇറ്റ് മീൻ സോ മച്ച് ടു ഹിം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ഇൻ ദ ലൈഫ് ഓഫ് തരുൺ. തരുണിനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡും അതിലെ അവൻ്റെ പേരും എന്നും പറയുന്നത്. കാരണം എന്താ, ഒരു ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവുക എന്നുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു ഓട്ട മത്സരം എന്ന് പറയുന്നത്, അല്ലേ? ഒരു ട്രെയിനറെ അവന് കിട്ടാൻ പോവുകയാണ്. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ആദ്യമായിട്ട് അവൻ പങ്കെടുക്കുന്ന റേസ് കോമ്പറ്റീഷനിലെ പാർട്ടിസിപ്പേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ ഈ തരുണിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തായിരിക്കും, വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. However hard, I must win in this race, thought he. However hard, എത്ര പ്രയാസപ്പെട്ടാണെങ്കിലും I must win this race. ഈ റേസിൽ ഞാൻ വിജയിക്കണം. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. And also he wanted to show his father, തൻ്റെ ഫാദറിന് അവന് കാണിച്ചു കൊടുക്കണം. എന്ത്? ഹി വാസ് നോട്ട് റിയലി ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. ഹി വാസ് നോട്ട് റിയലി ദി ഓഡ് വൺ ഓഫ് ദി ഫാമിലി. ആ ഒരു ഫാമിലിയിൽ ഒറ്റയാനല്ല, ഒന്നിനും കൊള്ളാത്തവനല്ല ഞാൻ എന്ന് ആർക്ക് കാണിക്കണമായിരുന്നു? തരുണിന് തൻ്റെ ഫാദറിന് കാണിച്ചു കൊടുക്കണമായിരുന്നു. ആൻഡ് ദാറ്റ് ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഞാൻ ഗുഡാണ്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഉഷാറാണ് എന്ന് തരുണിന് എന്ത് ചെയ്യണം? തൻ്റെ ഫാദറിന് കാണിച്ചു കൊടുക്കണം എന്നുള്ളതും കൂടി ആരുടെ ആഗ്രഹമായിരുന്നു? തരുണിൻ്റെ ആഗ്രഹം ആയിരുന്നു. സോ in the park he met Ram Narayan, an Olympic medal winner, and he offered Tarun that if he win the race on Children's Day at the Nehru Stadium he would practice Tarun. അങ്ങനെ ആ ഒരു വേദനയെ കടക്കാൻ വേണ്ടി പാർക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ആരെ കാണുന്നു? രാംനാരായണനെ കാണുന്നു. രാംനാരായണൻ അവനൊരു ഓഫർ കൊടുക്കുകയാണ്. എന്താ ഓഫർ കൊടുത്തത്? ആ ഒരു നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഓട്ട മത്സരത്തിൽ ഇവൻ വിജയിക്കുകയാണെങ്കിൽ രാംനാരായണൻ തന്നെ അവനെ എന്ത് ചെയ്യും? ട്രെയിൻ ചെയ്യിപ്പിക്കുമെന്ന് പറയുന്നു. ആൻഡ് ഹി gave 5 days. Ram Narayan offered him 5 days. After that 5 days he would meet Tarun again to give him the participation card for the race. അങ്ങനെ 5 ദിവസത്തെ സമയം കൊടുക്കുന്നു. 5 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യും? പാർട്ടിസിപ്പേഷൻ കാർഡ് തരാം എന്നുള്ള രീതിയിൽ രാംനാരായണോട് പോകുന്നു. ആൻഡ് തരുൺ പ്രാക്ടീസ്ഡ് വെരി വിഗറസ്ലി, വെരി ഹാർഡ്ലി ഫോർ ദാറ്റ് റേസ്. ആ ഒരു 5 ദിവസം അവൻ നല്ല കഠിനമായിട്ടുള്ള പ്രയത്നമാണ് എന്ത് ചെയ്തത്? എടുത്തത്. ആൻഡ് ഹി ഗോട്ട് ദി പാർട്ടിസിപ്പേഷൻ കാർഡ് ഫ്രം ദി രാംനാരായൺ. രാംനാരായണിൽ നിന്നും അവൻ എന്ത് കിട്ടുന്നു?
ആ ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുന്നു. ആൻഡ് ഹി ഡിസൈഡഡ് ഇൻ ഹിസ് മൈൻഡ് ഹി മസ്റ്റ് വിൻ ദിസ് റേസ്. അവൻ്റെ മൈൻഡിൽ തീരുമാനിച്ചു കഴിഞ്ഞു എന്ത്, ആ ഒരു റേസിൽ വിജയിക്കണം. ആൻഡ് ഹി ഓൾസോ വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ ദാറ്റ് ഹി വാസ് നോട്ട് റിയലി ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി ആൻഡ് ഓൾസോ ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. അതുപോലെ തൻ്റെ ഫാദറിന് അവന് കാണിച്ചു കൊടുക്കണം എന്ത്, ഞാനൊരു ഒന്നിനും കൊള്ളാത്തവനല്ല, ഒരു ചെറിയ കാര്യത്തിലെങ്കിലും ഈ ഓട്ടം എന്ന് പറയുന്ന കാര്യത്തിലെങ്കിലും ഞാൻ എന്ത് തന്നെയാണ് ബെസ്റ്റാണ് എന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹവും കൂടി തരുണിനുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് എടുത്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ഒരു നെഹ്റു സ്റ്റേഡിയത്തിലെ ഓട്ട മത്സരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ എടുക്കുക. അതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, അവസാനിക്കുകയും ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.